വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഇതുവരെ ഇല്ലാത്ത ഒരു മാറ്റം കേരളത്തിൽ വളരെ സജീവമായിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പുതിയ 2 മന്ത്രിമാരെ കൂടി കേരളത്തിൽ കിട്ടുമ്പോൾ ഇതുവരെ ഉണ്ടാവുന്ന ഒരവസ്ഥയായിരിക്കില്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം കേരളത്തിൽ ഇനി വളരെ ലൈവായിട്ട് വരാൻ പോകുന്നതിന്റെ ഒരു തുടക്കമാണ് ശരിക്കും 2 മന്ത്രിമാരെ തരുന്നത്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. മന്ത്രിമാര് പരമാവധി കേരളത്തിലേക്കുള്ള എല്ലാവിധ ഇടപെടലിലും വളരെ ലൈവായിട്ടുണ്ടാവും. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയാണുള്ളത്. എന്തായാലും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെയൊരു സംരംഭം ഉണ്ടാകുന്നതുകൊണ്ട് വളരെയധികം സന്തോഷം. എല്ലാവിധ ആശംസകളും ഈ മന്ത്രി ഇപ്പോൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നവർക്ക് ഞാൻ അറിയിക്കും. ഈ ദളിതർക്ക്, പിന്നാക്കക്കാർക്കൊക്കെ ഈ മന്ത്രിസഭയിൽ നിന്ന്, സർക്കാരിൽ നിന്ന് കാര്യമായ പരിഗണന ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെ മോദിജിയുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും അത്തരം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ ഈ ആണ് വ്യാപകമായ രീതിയിൽ അതില്ലാതെയുള്ളത്. പക്ഷേ എല്ലാ സ്ഥലത്തും ഈ കേന്ദ്ര ഭരണത്തിന്റെ കീഴിലുള്ള ഗുണഭോക്താവല്ലാത്ത ഒരാൾ പോലും ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത വിധത്തിൽ എല്ലാവരെയും ഇതിന്റെ പങ്കാളിത്തത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഉള്ളതുകൊണ്ട് അത്തരം ഇടപെടലിലേക്ക് കൂടുതൽ നമ്മളും കൂടെ ആ കാര്യത്തിൽ ഇൻവോൾവ് ആവും. ഘടകകക്ഷികളുടെ നിലയിൽ ഇത്തവണ വലിയ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. പ്രതികരണങ്ങൾ കൂടി ഞാൻ നിൽക്കുന്ന ഫ്രെയിമിലാണ് പ്രതികരണങ്ങൾ വരുന്നത്. ഘടകകക്ഷി എന്നുള്ള നിലയിലുള്ള ഒരു വലിയ പരിഗണന ഇപ്രാവശ്യത്തെ ഇടപെടലിലൂടെ വളരെ ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ഘടകകക്ഷികളെയും പരിഗണിക്കുന്ന ഒരു സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസമാണ് നമ്മൾക്കുള്ളത്. ഞാൻ കേരളത്തിലെ ഒരു ഘടകകക്ഷിയാണ്. എന്തായാലും താമസിയാതെ അത്തരം നീക്കങ്ങളും കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഇല്ല, അത്തരം ഒരു സംഭവത്തിലേക്ക് വരും, ആ കാര്യത്തിൽ സംശയമില്ല.